കേരളത്തിൽ വെച്ച് ഏറ്റവും പരാജിതനായ ഒരു കായിക മന്ത്രിയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാക്കാതെ ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്നായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം. എന്നാൽ മെസ്സിയെയും സംഘത്തെയും ക്ഷണിക്കാനായി അർജന്റീനിയൻ ഫുട്ബോൾ അധികൃതരെ കാണാൻ മന്ത്രിയും സംഘവും നടത്തിയ വിദേശയാത്രയ്ക്ക് മാത്രം ചെലവായത് 13.04 ലക്ഷം രൂപയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ പണമാണ് കായിക മന്ത്രിയും കൂട്ടരും പൊടിച്ചു കളഞ്ഞത്. 2024 സെപ്റ്റംബർ 6-നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ, കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ്, കായിക യുവജനകാര്യ ഡയറക്ടർ വിഷ്ണുരാജ് എന്നിവർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അധികൃതരെ സ്പെയിനിൽ സന്ദർശിച്ചത്. മാഡ്രിഡിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്ന് മന്ത്രി തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. AFA പ്രതിനിധികൾ ഉടൻ കേരളം സന്ദർശിക്കുമെന്നും സംസ്ഥാനത്ത് ഫുട്ബോൾ അക്കാദമികൾ സ്ഥാപിക്കാൻ അവർ താല്പര്യം അറിയിച്ചതായി മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ 11 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. മെസ്സി വന്നില്ലെങ്കിലും സംസ്ഥാനത്തിന് നഷ്ടമില്ലെന്നായിരുന്നു ഇതുവരെ മന്ത്രിയുടെ വാദം. സ്പോൺസർമാർക്ക് മാത്രമാണ് സാമ്പത്തിക ഉത്തരവാദിത്തം എന്നാണ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. 2025 ഒക്ടോബറിൽ മെസ്സിയെയും ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചത് 2024-ലാണ്. മത്സരം നടക്കാത്തതിന് കാരണം അർജന്റീനയാണെന്നാണ് സ്പോൺസറുടെ വാദം. ഏകദേശം 100 കോടിയിലധികം ചെലവിടേണ്ടി വരുന്ന മത്സരത്തിന് അർജന്റീനയുടെ എതിരാളി ആരാണെന്നോ വേദി എവിടെയാണെന്നോ പറയാൻ ഒരു വർഷത്തിനുള്ളിലും മന്ത്രിക്കും സ്പോൺസർക്കും കഴിഞ്ഞിരുന്നില്ല. കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൗഹൃദ മത്സരത്തിനും അർജന്റീനിയൻ ഫുട്ബോൾ അക്കാദമി സന്നദ്ധ അറിയിച്ചെന്നും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ തീയും വന്നില്ല ജ്യോതിയും വന്നില്ല എന്ന സിനിമാ ഡയലോഗുകൾ പോലെയായി കാര്യങ്ങൾ. അർജന്റീന ടീമിന്റെ വരവിനായി 130 കോടിയോളം രൂപ ചെലവ് വരുമെന്നായിരുന്നു മന്ത്രിയും സംഘാടകരും വിലയിരുത്തിയത്. സൗഹൃദ മത്സരം സ്പോൺസർ ചെയ്യാമെന്ന വാഗ്ദാനവുമായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എത്തി. അവരും കുറെ വാഗ്ദാനങ്ങളും ബെഡായിയും പറഞ്ഞതല്ലാതെ ഒന്നും നടന്നില്ല. കേരളത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുമെന്നായിരുന്നു മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത്. ഒരു പോരാട്ടം കൊച്ചിയിൽ നടക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. മത്സരത്തിന് ആദ്യം സ്പോൺസർമാരാകാൻ സന്നദ്ധത അറിയിച്ചത് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആയിരുന്നു. 100 കോടി രൂപ സ്വരൂപിക്കാനായിരുന്നു അവരുടെ പദ്ധതി. അതിൽ തന്നെ 70 കോടിയോളം രൂപ അപ്പിയറൻസ് ഫീസായി തന്നെ നൽകേണ്ടി വരും. എന്നാൽ ഫണ്ടിങ് വിജയിച്ചില്ല. പിന്നാലെ സംസ്ഥാന സർക്കാർ വാർത്താ ചാനൽ ഉടമകളായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന് സ്പോൺസർഷിപ്പ് കൈമാറി. എന്നാൽ ഈ സ്പോൺസർഷിപ്പിലും ചില വിഷയങ്ങൾ ഉണ്ടാവുകയായിരുന്നു. മെസ്സിയെ കൊണ്ടുവരുന്ന വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ കായിക മന്ത്രിയും വകുപ്പും ഏറെ വിമർശനങ്ങളാണ് സമീപകാലത്ത് നേരിട്ടിട്ടുള്ളത്. വലിയ കഴിവുകളൊന്നുമില്ലാതിരുന്നിട്ടും ചില സാമുദായിക സമവാക്യങ്ങളുടെ പേരിലായിരുന്നു അബ്ദുറഹ്മാന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ MLA എന്ന പ്രാധാന്യം തന്നെയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിന് വഴിവെച്ചത്. മുസ്ലിം ലീഗിലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ 4918 വോട്ടിന് പരാജയപ്പെടുത്തിയായിരുന്നു 2016 അബ്ദുറഹ്മാൻ നിയമസഭയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസിനെ 1000-ൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു രണ്ടാമതും നിയമസഭയിലേക്ക് എത്തിയത്. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന ചെറിയമുണ്ടം, നിറമരുത്തൂർ, ഒഴൂർ, പൊന്മുണ്ടം, താളാനൂർ എന്നീ പഞ്ചായത്തുകളും താനൂർ നഗരസഭയും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് താനൂർ. പൊതുവെ മുസ്ലിം ലീഗിന് കൂടി അനുകൂലമായ മണ്ഡലമാണ് താനൂർ. കഴിഞ്ഞ തവണ തന്നെ അബ്ദുറഹ്മാൻ കഷ്ടിച്ചായിരുന്നു വിജയിച്ചു കയറിയത്. ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPM-നും വല്ലാതെ സ്വാധീനമുള്ള ജില്ലയൊന്നുമല്ല മലപ്പുറം. അങ്ങനെയുള്ള മലപ്പുറത്ത് നിന്നും വിജയിച്ചു വരുന്ന ന്യൂനപക്ഷക്കാരനായ ഒരു MLA-ക്ക് CPM മന്ത്രിസ്ഥാനം നൽകിയത് നിറയെ പ്രതീക്ഷകളോടെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി എന്നാണ് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പറയപ്പെടുന്നത്. ഇനിയും സർക്കാരിന് അധിക ബാധ്യതയാകാതെ എത്രയും വേഗം മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കുകയാണ് CPM-ന്റെ മുന്നിലുള്ള പോംവഴി. പാർട്ടിയിലെ ഏതെങ്കിലും മുതിർന്ന MLA കായിക മന്ത്രിയാക്കുവാനാണ് നിലവിൽ പാർട്ടി ആലോചിക്കുന്നത്. ഏതെങ്കിലും യുവ MLA മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന അഭിപ്രായവും പറയുന്നവരുണ്ട്.